ഹായ് ഫ്രണ്ട്സ്, ഇത് പ്രൊമിയാണ്. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞു, നിമി തിരിച്ചു പോയി ജർമ്മനിലോട്ട്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ അതുപോലെ തന്നെ ഓർഗനൈസേഷനാണ് ഇത്തവണ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 4 ആഴ്ചയായി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് സെപ്റ്റംബർ 2 ആയിരുന്നു. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ അല്ലാതെ ഞാൻ 1-2 എക്സ്ട്രാ കാര്യങ്ങളും ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മോനെ എങ്ങനെ TV അതുപോലെ തന്നെ ടാബിൽ നിന്ന് അകറ്റണം എന്നുള്ളത്. അപ്പോൾ ഒരു 3-4 ആഴ്ചയായി ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വേറെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ എല്ലാ രാവിലത്തെയും ടാർഗറ്റ് ഇതാണ്. ഏറ്റവും കഷ്ടപ്പെട്ട ജോലി, അതായത് ക്ലീനിങ് രാവിലെ തന്നെ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് കുക്കിംഗ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മോനെയും ഇത്തരം കാര്യങ്ങളിൽ രാവിലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. രാവിലെ എല്ലാ പണികളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മോനെ ഇൻഡിപെൻഡൻ്റ് ആക്കുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനും മോനും തമ്മിൽ ഒരു ചെറിയൊരു ഡീലുണ്ട്. അവനെ 45 മിനിറ്റ് മുമ്പേ ഞാൻ എണീപ്പിക്കുള്ളൂ, അതായത് സ്കൂളിൽ പോകുന്നതിന് 45 മിനിറ്റ് മുമ്പ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നീ നേരത്തെ എണീറ്റ് നിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് TV കാണാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് അവൻ്റെ ഡ്രസ്സെല്ലാം മടക്കി വെച്ചതിന് ശേഷം എല്ലാം റെഡിയായി എന്നും എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ TV ഓൺ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ പൊതുവേ അവനൊരു 5 മിനിറ്റ് മാക്സിമം അത് കാണാനുള്ള സമയം ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ക്ലീനിങ്ങിൽ വല്ല ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നേ പറയുള്ളൂ, നിങ്ങൾ എടുത്ത സാധനം അപ്പം എടുത്ത് വെക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലീനിങ്ങിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എടുത്ത സാധനങ്ങൾ വെക്കുന്നതിന് ആ ഒരു സമയമാണ്. ബാക്കിയെല്ലാം വളരെ ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ചെയ്യാറ്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു പരിപാടിയാണ് പഴയ ഡ്രസ്സുകളെല്ലാം മാറ്റി പുതിയതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതായത് അവന് എടുക്കാൻ പറ്റിയ പരുവത്തിലെല്ലാം ആക്കി കൊടുക്കുക. അപ്പോൾ പഴയ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവന് ചെറുതായ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ 2ആയിട്ട് മാറ്റി വെക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു ബാഗിൽ വെക്കുന്നത് ഞാൻ അസോസിയേഷന് കൊടുക്കും. രണ്ടാമത്തത് ഞാൻ ഇതുപോലെ ഇതൊരു ടിപ്സാണ്, H&Mലോട്ട് കൊടുക്കും. നിങ്ങൾ H&Mൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, അവരിതുപോലെ പഴയ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പകരം അവർ നിങ്ങൾക്കൊരു കൂപ്പൺ തരും, ഒരു റിഡക്ഷൻ കൂപ്പണാണ്. 10 ആണോ 15 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രസ്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ റെഡിയാകും. അതുപോലെ തന്നെ എൻ്റെ ബെഡ്റൂം ബാത്റൂം എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടാകും. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴാണ് അവൻ്റെ ക്ലീനിങ് തുടങ്ങുന്നത്. അതായത് അവൻ കഴിച്ച പാത്രവും കപ്പും എല്ലാം അടുക്കളയിൽ കൊണ്ട് വെക്കണമെന്ന് എനിക്ക് മസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ TV ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മിക്ക പേരൻസിനെ പോലും ഞാനും ഒരു ഹാഫ് ഡേ ലീവൊക്കെ എടുത്തു മോനെ കൊണ്ടുപോകാം, ടീച്ചറെ കാണാം, ക്ലാസ് റൂം കാണാം എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കയറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒളിഞ്ഞു നോക്കേണ്ട ഒരു ഗതികേടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഷോപ്പിങ്ങിനോട്ടാണ് പോയത്. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു പക്ഷേ ഫ്രാൻസിലല്ലാത്തവർക്കായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഇവിടെ 5ാം സ്റ്റാൻഡേർഡ് വരെ കുട്ടികൾക്ക് 4 ദിവസം മാത്രമേ സ്കൂളുള്ളൂ. ബുധനും ശനിയും ഞായറും ഓഫാണ്. അപ്പോൾ ജോലി ചെയ്യുന്ന പാരൻസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ബുധനാഴ്ച കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയാൽ അവർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന പാരൻസിന് രാവിലെ 7 തൊട്ട് വൈകുന്നേരം 6:30 വരെ സ്കൂളിൽ കുട്ടികളൊക്കെ നിർത്താം. പക്ഷേ ക്ലാസ് എന്ന് പറയുന്നത് 8:30 തൊട്ട് വൈകുന്നേരം 4:30 വരെ മാത്രമാണ്. വൈകുന്നേരം 5 മണി തൊട്ട് 6:30 വരെ അവർക്ക് സ്റ്റഡി ക്ലാസ് ഉണ്ട്. പക്ഷേ ട്യൂഷൻ എന്നല്ല, അവർ തന്നെ ഒറ്റയ്ക്ക് അവരുടെ ഹോംവർക്ക് ചെയ്യണം. പക്ഷേ ഏറ്റവും രസം എന്താണെന്നറിയോ, 5ാം സ്റ്റാൻഡേർഡ് വരെ ഇവിടെ ഹോംവർക്ക് എന്ന് പറയുന്നത് മസ്റ്റല്ല. ബാക്കിയുള്ള കുട്ടികൾക്ക്, അതായത് 6ാം സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുട്ടികൾക്ക് ശനിയും ഞായറും ഓഫാണ്.
ഇനിയും വേറൊരു രസമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എല്ലാ 6 ആഴ്ച എത്തുമ്പോൾ 2 ആഴ്ചത്തെ വെക്കേഷനാണ് ഫ്രാൻസിൽ കൊടുക്കുന്നത്. ഹാഫ് ഡേ ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് ആയ 2 ഷോപ്പാണ്. അതിലൊന്നാണ് ഈ ബയോ ഷോപ്പ്. ഇവിടെ A to Z ബയോ ആണ്. അത് ഫ്രോസൺ ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഞാൻ പൊതുവെ പാസ്ത അതുപോലെ തന്നെ ന്യൂട്ടലയ്ക്ക് പകരം വാങ്ങുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് നല്ലപോലെ ഡിഫറെൻ്റ് ആണ്. അത്രയും മധുരമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങുന്നതും കൂടുതൽ ഇതാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവുമാണ്. അതുപോലെ തന്നെ ചിപ്സിന് പകരം ഞാൻ ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത്. അവന് പൊതുവെ മാങ്ങയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം അത് വാങ്ങിച്ചു വെക്കും. എന്നിട്ടൊരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പോയി വിശക്കുമ്പോഴൊക്കെ അവൻ അതും കഴിച്ചോളും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ ഐറ്റംസും വാങ്ങിച്ചു വെക്കും. കാരണം ഞാൻ കുറച്ച് ഡിലേ ആയി വരുമ്പോൾ പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും, അത് പച്ചക്കറി ആണെങ്കിലും ശരി, റെഡിമെയ്ഡ് ഫുഡാണെങ്കിലും ശരി, നല്ല ക്വാളിറ്റി ഫുഡാണ് ഇവിടുന്ന് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾക്കൊരു ടെൻഷനാണ്. പക്ഷേ ഇവർ നല്ല രീതിയിലാണ് അതെല്ലാം കീപ്പ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ കേടിയിലോട്ട് അവർ വെച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ അതൊരു ഫ്രോസൺ ബാഗിൽ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അത്രയും അവർ ആ ഒരു തണുപ്പ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫുഡിൻ്റെ ക്വാളിറ്റിയും അത്രയുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനൊരു ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്തു. കാരണം വൈകുന്നേരം എന്ത് വന്നാലും മോൻ്റെതായ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടാവുമെന്നറിയാം. അതുപോലെ തന്നെ ഒരു സിനിമയും ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കാരണം എന്തായാലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഹോംവർക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി കാണണം എന്ന് വിചാരിക്കുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കാണാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കുക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാനും ഒരു ചെറിയ ഫ്രോസൺ പൊറോട്ടയും പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ഒരു ബീഫ് കറിയൊക്കെ ചൂടാക്കി കഴിച്ചിട്ടാണ് ഞാൻ ഓഫീസിൽ പോയത്. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാനും കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു. കാരണം രാവിലെ തൊട്ട് എൻ്റെ മോൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഒരേ ക്ലാസ്സിലായിരിക്കണേ എന്നുള്ളത്. അപ്പം ഞാനും വിചാരിച്ചു അതല്ലെങ്കിൽ പണി കിട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ പണി കിട്ടി. കാരണം മുഖം നല്ല വീർത്തിട്ടൊക്കെയാണ് വന്നത്. ഞങ്ങൾ 2 പേരും 2 ക്ലാസ്സിലാണെന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ എൻ്റെ കാര്യം ഇനി പോയി. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി, സിനിമക്കൊക്കെ വന്നു. പക്ഷേ സിനിമ കഴിഞ്ഞതോടുകൂടി ആൾ ഓക്കെ ആയിട്ടോ. ഈ മൂവി കാണാൻ എൻ്റെ മോനേക്കാൾ എക്സൈറ്റഡ് ഞാനായിരിക്കും. അതെന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മൂവി കഴിഞ്ഞ് വന്നൊരു കുക്കിംഗ്, ഒരു ചെറിയൊരു കുക്കിംഗ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം അതിൻ്റെ വലിയൊരു ഭാഗം ഞാൻ ഉച്ചയ്ക്ക് ചെയ്തു വെച്ചിരുന്നു. അതൊന്നാണ് ടൊമാറ്റോ പൈ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും കിട്ടും. ഒട്ടും ടഫല്ല. അതുപോലെ തന്നെ ഒരുപാട് നേരം കുക്കിംഗ് ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ലാത്തൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നതും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് നേരം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുകയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഫിഷ് ഫിംഗറാണ് യൂസ് ചെയ്തത്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഫിഷ് ഫിംഗറാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ മാതിരി ഇതിൽ എണ്ണ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ആഡ് ചെയ്യേണ്ടി വന്നു. പൊതുവേ ഞാൻ ഈ ഫിഷ് ഫിംഗർ കാർഫൂരിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ എന്തായാലും കുറച്ച് ഓയിൽ ഉണ്ടാകും. അപ്പോൾ ആഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല, അത്രയും ഉണ്ടാകും. പക്ഷേ ഇതിൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു സ്റ്റോർ അത്രക്കും ഇഷ്ടമാകാൻ കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റി അത്രക്കും ഉണ്ട്.
അവനുമായിട്ടിരിക്കാൻ കണ്ട മറ്റൊരു വഴിയാണിത്. അതായത് എൻ്റെ കുക്കിംഗ് ടൈമിലും അവനെ ഞാൻ കിച്ചണിലോട്ട് വിളിപ്പിക്കും, എന്തെങ്കിലും ഒരു കളിയൊക്കെ കളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ കുക്കിങ്ങും നടക്കുകയും ചെയ്യും, അവനുമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും. ഇൻ കേസ് അവന് കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ കിച്ചണിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പണിയൊക്കെ കൊടുക്കും. അപ്പോൾ പൊതുവെ അവനത് ഇഷ്ടമാണ്. എന്തെങ്കിലും സാലഡ് ചെയ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇളക്കാനൊക്കെ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ടേബിൾ സെറ്റ് ചെയ്യാനും ഞാൻ അവനോട് പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ സമയത്താണ് അവൻ്റെ വിശേഷങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ എൻ്റെ വിശേഷങ്ങളും അവൻ എന്നോട് ചോദിക്കും കേട്ടോ, ഡീറ്റെയിൽസ് ആയിട്ട് ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ഈ ഒരു 7:30 തൊട്ട് 8 മണി വരെ അവൻ അവൻ്റേതായ ഒറ്റക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ടി വി ആണെങ്കിലും ശരി, എന്തായാലും ശരി. ഞാനും ആ സമയത്തായിരിക്കും ക്ലീനിങ് ചെയ്യുന്നത്. അതായത് കുക്കിംഗ് കഴിഞ്ഞ് എൻ്റെ ക്ലീനിങ് എല്ലാം അപ്പോഴായിരിക്കും. പിന്നെ ഞങ്ങൾ 8 മണി തൊട്ട് 8:30 വരെ ബുക്ക് വായിക്കാനിരിക്കും. അപ്പോൾ ഞാനൊരു ബുക്ക് വായിച്ചു കൊടുക്കും, അതുപോലെ തന്നെ അവനും എനിക്കൊരു ബുക്ക് വായിക്കും. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ഹോംവർക്ക് ടൈം ഞങ്ങൾക്കില്ല ഒരുമിച്ചും. അത് അവൻ സ്കൂളിൽ ചെയ്തിട്ട് തന്നെ വീട്ടിൽ വരുന്നതാണ്. അതാകുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഞാൻ ചെയ്തത്. അങ്ങനെ മോനെ ഉറക്കിയതിന് ശേഷം അവനക്ക് വേണ്ടി വാങ്ങിച്ച സ്കൂൾ ഐറ്റംസ് എല്ലാം ഞാൻ ബാഗിൽ എടുത്തു വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാം ഇതിൽ. അല്ലെങ്കിൽ നോട്ട്ബുക്ക് ഒന്നും ഒരുപാടില്ല എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല, അത് ഇവിടുത്തെ സ്കൂളിൽ തന്നെയാണ് കൊടുക്കുന്നത്. എനിവേ എൻ്റെ മോൻ്റെ സ്കൂളിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. എല്ലാ സ്കൂളും ഒരുപോലെ അല്ല കേട്ടോ, അവരുടെ ഒരു ഓർഗനൈസേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ഗിഫ്റ്റ് കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് അളിയൻ്റെയും സിസ്റ്ററിൻ്റെയും ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തത് ജാസ്മിൻ ഫ്ലേവറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ തന്നെയാണ് അതിൻ്റേത്. പോരാത്തതിന് പഞ്ചസാര ഉണ്ട്, അതാണ് ഏറ്റവും അതിൻ്റെ ഗുഡ് പോയിൻറ്റ്. പക്ഷേ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ആ ഒരു സ്പൂണായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു ഷോപ്പിൽ തന്നെ വേണമെങ്കിൽ കുറച്ച് നേരം എക്സ്ട്രാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓൺലൈൻ ഷോപ്പിങ്ങിനൊരു മൂഡ് വന്നു. കാരണം ഇവിടെ വിൻ്ററൊക്കെ ആകാൻ ഇനി കുറച്ച് നാളുള്ളൂ. അപ്പോൾ ഒരു കോട്ട് വാങ്ങണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പൊതുവേ എൻ്റെ കോട്ട് വാങ്ങുന്നത് യൂണിക്ലോയിൽ നിന്നാണ്. അപ്പോൾ ഒരു ടിപ്സുണ്ട്, ഇൻ കേസ് നിങ്ങൾക്ക് അതിലോട്ട് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 10 യൂറോയുടെ റിഡക്ഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിലായിട്ട് ഒരു കോഡ് വഴി അയച്ചു തരും. അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതലും വീഡിയോസ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞത് എൻ്റെ പൊതുവേ ഉള്ള റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിലുപരി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു സൂൺ, ബൈ.